കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ. കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ. ഈ 4 ഫോണിലും 4 മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും. പോലീസുകാരുടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ. വാ. മോളെ, കരയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടാ നീ വന്നത്. ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകും. അതെ മോളെ, പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ, തളരാൻ പാടില്ല. ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കേ. ഏട്ടൻ കൂടെ തന്നെ ഉണ്ട്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക്. കുഞ്ഞിപ്പാലോ, ഇവരെ കൂട്ടിക്കൊണ്ടുപോ. ചെല്ല് ചെല്ല്. എത്ര നേരമായി ഞങ്ങൾ ജബ്ബാർ സാറിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്? എന്താ കാര്യം? ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം. അതിനെന്താ സാറേ ഒരു മാർഗം? മനസ്സിലായില്ല. ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കുകയല്ലേ. ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ടാവണം. ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട്. പോക്കറ്റടി, പിടിച്ചുപറി, പിന്നെ സുഡാൽഫിക്കേഷൻ. പക്ഷെ അതിനേക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം. ഇതെന്ത് പറ്റി? നിങ്ങളെയും ഗോൾഡ് സ്മഗ്ലിങ്ങിന് പിടിച്ചോ? ഈ രാത്രി ഇവിടെ തനിച്ച് കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലുവേട്ടനെ ഏൽപ്പിച്ചു. എങ്ങനെ ഇതിനകത്ത് കയറി? ആ CI ജവാറിന്റെ മോന്തക്കിട്ടൊരു ഒറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ച് ചാമ്പിയില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. യൂസഫാണ് അവനെ കളിച്ചത്. നാളെ എന്റെ പപ്പയുടെ മനസ്സിടറില്ല മോളെ. ഏട്ടൻ കൂടെയുണ്ട്. ആ വിശ്വാസത്തിൽ പടിയിറങ്ങിക്കോളൂ. सब कुछ ठीक है ना? ബോസ് ഉള്ളി പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. ഞമ്മളെ കൂടെ ഉണ്ട്. കല്യാണം ഞമ്മള് നടത്തും, ബറാബർ നടത്തും. എന്തേ തമ്പി? പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ. മോളെ വാപ്പാ. യൂസഫ് ഷാ, ജ്യേഷ്ഠനെ പോലെ കാണാൻ മോൾക്ക്. ഞങ്ങൾ പഴയ ദോസ്തുക്കളാ. പരമേശ്വരന് ഞാൻ ജിഗിരി ദോസ്ത്. എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങള്. ഓളുടെ നിക്കാഹിന് ഞാൻ കൂടിയിട്ടില്ല. മോളുടെ ജ്യേഷ്ഠനാണ് നടത്തിയത്, ബറാബർ നടത്തി. ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട്. അതാണ് പടച്ചോന്റെ കളി. അല്ലല്ലോ സ്വാമി? യൂസഫ്, പ്ലീസ് ഈ അവസരം താൻ ഉപയോഗിക്കരുത്. കള്ള പന്നികളെ, ഇനി ഞാൻ ഇവിടേക്ക് മാറ്റുക. എന്റെ കളികള് ഓനോട് പറഞ്ഞേക്ക്.
ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുപ്പിക്കണം സ്വാമി. അത് ഈ നാട്ടുകാരൊന്ന് കാണട്ടെ. ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ്. വായു സഭ. മുഹൂർത്ത സമയമായി. എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ലോ. എനിക്ക് കാണാം ആലിയപ്പോ, എനിക്ക് കാണാം. ബോറാവുന്നുണ്ടല്ലേ? ഞാൻ കരഞ്ഞു പോവും. ഇപ്പോഴും ലോകപ്പില് കരയില്ലേ പപ്പ? ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത്. മതി, വാ പോ. നന്നായി, ഈ ഗോഷ്ഠികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിയാ. അല്ല, പെണ്ണും ചെറുക്കനും പോവാണോ? പെണ്ണിനും കൊണ്ട് രാവിലെ മുങ്ങുകയാണോ? പാർട്ടി കഴിഞ്ഞിട്ട് പോയാ അവിടെ പോയി. അല്ല, അത് പിന്നെ പപ്പയ്ക്ക് നല്ല സുഖമില്ല, അതാ. ധൃതി കൂടി രണ്ടുപേർക്കും. മക്കളായ ഇത്തിരി മൈതലക വേണേ. ദൂരം പിടിപ്പിക്കട. ദുരുമാരി തൊലിഞ്ഞ മോന്തയായിട്ട് ഒരെണ്ണം കഴിക്കട. അയ്യോ വേണ്ട, ഞാൻ കഴിക്കാറില്ല. വലിക്കേ. ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. നിർബന്ധിക്കണ്ട തമ്പി സാർ. ലെറ്റ് ദം ഗോ ആൻഡ് എൻജോയ്. മോളെ യെസ്, സേതുവാണ്. ഉവ്വ്, ബെയിൽ കിട്ടി. ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല. വണ്ടി എടുക്കുന്നു, നേരെ മൈസൂർ. ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ? വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത്. എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. വേണ്ട സ്വാമി, വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട. അല്ല, അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും സ്വാമി. എവിടെ പോയി ഒളിക്കാൻ ആ പന്നി? അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തപ്പിയാ കൈ കിട്ടൂലേ? ഉസ്താദൊന്നും പറഞ്ഞില്ല. ഇല്ല സേതു, ഒന്നും പറയാനില്ല. നമുക്ക് വിടാം, വെറുതെ വിടാം. യൂസഫ് ഒരു പ്രതികാരം നടത്തി. എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയും, പക്ഷേ ഇല്ല. കളികൾ ഞാൻ നിർത്തുകയാണ്. കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി. സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ. പപ്പ, അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല. ഇനി ആരും ആ വിഷയം എടുത്തിട്ടുണ്ട. യൂസഫ് ഷാ, ആ പേര് മറന്നേക്ക്. പപ്പ, ഇതെന്താ ഇത്? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പെണ്ണെ കാണാൻ. നന്ദൻ, ഇരിക്കെ. നീ എന്താ ഈ നോക്കണേ? അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ? ബെയില് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. നേരിട്ട് ഇപ്പൊ കാണുന്നു പറഞ്ഞു. ഒരു ദോശ മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ. നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ. എനിക്ക് എന്താ ഏട്ടാ ബുദ്ധിമുട്ട്? കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന്. ഏതോ ഒരു യൂസഫ്. അത് കള. എന്താ നിങ്ങളുടെ പ്ലാൻ? എങ്ങോട്ടാ ആദ്യത്തെ യാത്ര? എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കൂ അല്ലേ അലിയപ്പ? ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ചാർട്ട് ചെയ്യുന്നു. ദേവകി അമ്മ ഓൺ ലീവ്, ആലിയാപ്പു ഇൻ ചാർജ്.
അതിനിപ്പോ നാസ്ത ഫുള്ളാക്കാൻ പപ്പ സമ്മതിച്ചില്ലല്ലോ. ഇനിയിപ്പോ നമുക്ക് നാസ്ത ഇവിടെ ആക്കാം. നിങ്ങൾ വേഗം കുക്കിംഗ് ആക്കി